ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എ ആൻഡ് ഇവയെക്കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. The definite article the is used mainly to particularize a noun. അതായത് ഒരു നൗണിനെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ദി എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ജനറലായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അടുത്ത സെൻറ്റൻസ് നോക്കൂ. The man who stole the car is still at large. അപ്പോൾ ഇതിൽ പറയുന്നത് ദ മാൻ എന്നാണ്. അവിടെ ഈ മാൻ്റെ ഫ്രണ്ടിൽ ദ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ആളെക്കുറിച്ചാണ് പറയുന്നത്. ഏതാളെക്കുറിച്ചാണ്? ദ മാൻ ഹു സ്റ്റോൾ ദ കാർ ഇസ് സ്റ്റിൽ അറ്റ് ലാർജ്. അതായത് ആ കാർ മോഷ്ടിച്ച ആളെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ അതൊരു പ്രത്യേക ആളല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ഫസ്റ്റ് സെൻറ്റൻസിൽ മനുഷ്യൻ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസിലൂടെയാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണതെന്ന്. ഫസ്റ്റ് വൺ, ഐ റെഡ് ഇൻ ദ ദീപിക ദാറ്റ് മൈ ഫ്രണ്ട് ജോർജ് ഹാഡ് ബീൻ സെലക്റ്റഡ് ഫോർ ദ യങ് സയൻറ്റിസ്റ്റ് അവാർഡ്. ഇവിടെ ദീപിക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് ആർ ജനറലി പ്രിസീഡഡ് ബൈ ദ. ടൈറ്റിൽസ് ഓഫ് ഗ്രേറ്റ് ബുക്സ് ആർ യൂഷ്വലി യൂസ്ഡ് വിത്ത് ദ ബിഫോർ ദം. അതായത് ന്യൂസ് പേപ്പേഴ്സിൻ്റെയും ജേർണൽസിൻ്റെയും പേരിൻ്റെ ഫ്രണ്ടിലും വലിയ മഹത്തായ ബുക്സിൻ്റെ പേരിൻ്റെ ഫ്രണ്ടിലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ദി ഇലിയഡ്, ദി ഒഡീസി, ദ മഹാഭാരത. മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ദ യൂസ് ചെയ്തു. അപ്പോൾ ഇത് മഹത്തായിട്ടുള്ള ബുക്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. But the is dropped when the author's name is mentioned with the genitive ending before the title. അതായത് ഓഥറിൻ്റെ പേര് ഈ ബുക്കിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് യൂസ് ചെയ്യണ്ട? ദ യൂസ് ചെയ്യണ്ട. എക്സാമ്പിളായിട്ട് ഹോമേഴ്സ് ഇലിയഡ്. അവിടെ ഹോമേഴ്സ് ദ ഇലിയഡ് എന്ന് പറയണ്ട, ഹോമേഴ്സ് ഇലിയഡ് എന്ന് പറഞ്ഞാൽ മതി. If the is already a part of the title, this rule will not apply. അതായത് ഈ ടൈറ്റിലിൽ തന്നെ ദ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ദ യൂസ് ചെയ്യണം. അപ്പോൾ ടൈറ്റിലിൽ ഇലിയഡിൻ്റെ ഒഡീസിയുടെയും മഹാഭാരതത്തിൻ്റെ ഒന്നും ടൈറ്റിലിൽ ദ ഇല്ല. പക്ഷെ നമ്മളത് പറയുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. കാരണം അത് മഹത്തായിട്ടുള്ള ബുക്സാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓഥറിൻ്റെ പേര് പറയണമെങ്കിൽ ദ യൂസ് ചെയ്യണ്ട. ഈ മഹത്തായിട്ടുള്ള ബുക്സിൻ്റെ ഫ്രണ്ടിൽ ഓഥറിൻ്റെ പേര് പറയണമെങ്കിൽ ദ യൂസ് ചെയ്യണ്ട. പക്ഷേ ചില ബുക്സ് ഉണ്ടാവും, അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ദ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓഥറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് യൂസ് ചെയ്യണം? അത് നമ്മൾ ടൈറ്റിലുള്ളതാണെങ്കിൽ അത് അവിടെ യൂസ് ചെയ്യണം. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. It was the first time that anybody from my town was being honored with an award. The definite article is usually used before an ordinal, that is words like first, second, 23rd, etc. അതായത് ഇതിൽ നമ്മൾ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ ഓർഡിനലായിട്ടുള്ള, അതായത് ക്രമം കാണിക്കുന്ന സംഖ്യകളില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ, ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ് ഫോർ ഹി വാസ് ദ ന്യൂട്ടൺ ഓഫ് അവർ സ്കൂൾ ഡ്യൂറിങ് ഹിസ് സ്റ്റുഡൻറ്റ് ഡേയ്സ്. എനിക്കൊരു അത്ഭുതമില്ല, കാരണം അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എന്തായ ഒരു ന്യൂട്ടനെ പോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ ന്യൂട്ടനായിരുന്നു എന്നാണ് പറയണവൻ. അതായത് ദ ഈസ് നോട്ട് ജനറലി യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നോൺ. അതായത് ഒരാളുടെ പ്രോപ്പർ നോൺ പേര് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യില്ല? ദ യൂസ് ചെയ്യില്ല. ബട്ട് ഇഫ് യു യൂസ് ദ ബിഫോർ എ പ്രോപ്പർ നോൺ ആസ് ഇൻ ദ അബോവ് എക്സാമ്പിൾ, ഇവിടെ ഇയാളെ ഉപമിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്തത്? ദ ന്യൂട്ടൺ നമ്മൾ യൂസ് ചെയ്തത്. ഇറ്റ് വിൽ ബിക്കം ഇൻ ഇഫക്റ്റ് എ കോമൺ നോൺ. അപ്പോൾ ആ പ്രോപ്പർ നോൺ എന്നുള്ളത് എന്തായി? ഒരു കോമൺ നോണായി. ആൻഡ് മീൻ വൺ ലൈക്ക് ദ പേഴ്സൺ ഓർ തിങ് സജസ്റ്റഡ് ബൈ ദ പ്രോപ്പർ നോൺ. അതായത് ന്യൂട്ടനെ പോലെയാണെന്ന് പറയാനായി ഉപയോഗിച്ചേക്കുന്നത്. അപ്പം അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സാധാരണയായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? പ്രോപ്പർ നൗണിൻ്റെ ഫ്രണ്ടിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല.
പക്ഷേ ഇതുപോലെ ഒരാളായിട്ട് ഉപമിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, eager to congratulate him, I called his residence in the high ranges. ഇവിടെ ഹൈ റേഞ്ചസ് എന്നുള്ള വേർഡിൻ്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ദ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ജോഗ്രഫിക്കൽ നെയിംസ് വിച്ച് ആർ ഡിസ്ക്രിപ്റ്റീവ് ആർ യൂസ്ഡ് വിത്ത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതായത് ഒരു ഭൂപ്രദേശത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജോഗ്രഫിക്കൽ നെയിംസ്, അതായത് ഹൈ റേഞ്ച് ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യാം? ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഐ കുഡ് ഹാവ് ഫ്രം ദെയർ എ ഡിസ്റ്റൻറ്റ് വ്യൂ ഓഫ് ആനമുടി, ദ ടോളസ്റ്റ് പീക്ക് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. ഐ കുഡ് ഹാവ് ഫ്രം ദെയർ എ ഡിസ്റ്റൻറ്റ് വ്യൂ ഓഫ് ആനമുടി. ആനമുടീനെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ആനമുടി എന്താ? ദ ടോളസ്റ്റ് പീക്ക് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സിലെ ടോളസ്റ്റ് പീക്കായിട്ടുള്ള ആനമുടീനെ എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വി ഡു നോട്ട് യൂസ് ദ ജനറലി ബിഫോർ ദ നെയിംസ് ഓഫ് മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ദ യൂസ് ചെയ്യില്ല. ഈ ആനമുടി എന്ന് പറഞ്ഞത് എന്തിൻ്റെ പേരാണ്? മൗണ്ടെയിൻ്റെ പേരാണ്. ദ ഈസ് യൂസ്ഡ് ബിഫോർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ് എക്സെട്ര. ഇവിടെ ടോളസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ടോളസ്റ്റ് ഒരു സൂപ്പർലേറ്റീവ് ഫോമാണല്ലേ ടോളസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. പിന്നെ വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ് ഇതിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആദ്യത്തെ, അവസാനത്തെ, അടുത്ത എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ദ ഇസ് ഓൾവേസ് യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്. അതായത് മൗണ്ടൻ റേഞ്ചസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. വെസ്റ്റേൺ ഗട്ട്സ് എന്താ? മൗണ്ടൻ റേഞ്ചസ് ആണ്. മൗണ്ടെയ്ൻസ് അല്ല. മൗണ്ടെയ്ൻസിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യില്ല. മൗണ്ടൻ റേഞ്ചസിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യും. ജോർജ് വാസ് നോട്ട് അറ്റ് ഹോം. ഹിസ് മദർ ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ഗോൺ ടു ചർച്ച്. സോ ഐ പ്രൊസീഡഡ് ടു ദ ചർച്ച് ടു സീ ഹിം. ഈ എക്സാമ്പിളിൽ ഫസ്റ്റത്തെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് വണ്ണിൽ ദ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ചേർച്ച് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇതിൽ കണക്കാക്കിയിരിക്കുന്നത്. ചേർച്ച് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ആരാധനാലയമാണ്. അപ്പോൾ അതിൽ അങ്ങനെ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ചേർച്ച് എന്ന് പറയുന്നത് ഞാൻ ചേർച്ചിലേക്ക് പോയി. ചേർച്ചിന് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിലേക്കല്ലേ പോയത്. അപ്പോൾ ഇതിൽ ആ സെൻസിലാണ് യൂസ് ചെയ്തിരുന്നത് സെക്കൻഡ് വണ്ണിൽ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഇസ് നോട്ട് യൂസ്ഡ് ബിഫോർ നൗൺസ് ലൈക്ക് ചേർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് എക്സെട്ര ആഫ്റ്റർ എ പ്രപ്പോസിഷൻ വെൻ വി റെഫർ ടു ദം ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് അതിനെ റെഫർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ദ യൂസ് ചെയ്യില്ല. ഏതിനൊക്കെ? ചേർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ഇതിനെല്ലാം. ദ ഇസ് യൂസ്ഡ് ബിഫോർ ദീസ് നൗൺസ് വെൻ വി റെഫർ ടു ദം ആസ് ബിൽഡിങ്സ്. അതായത് അതിനൊരു ബിൽഡിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മെറ്റീരിയലായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിന് എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. റാണി ഗോസ് ടു സ്കൂൾ എവറി ഡേ. അത് റാണി എല്ലാ ദിവസവും സ്കൂളിൽ പോകും. അവിടെ ഏത് സ്കൂളും ആവാമല്ലോ, സ്കൂളിൽ പോകും എന്ന് പറയണുള്ളൂ. അവിടെ എന്താ? ദ യൂസ് ചെയ്യുന്നില്ല. ഷീസ് എ സ്റ്റുഡൻറ്റ് ദെയർ. അവൾ അവിടെ പഠിക്കണമെന്നുകൊണ്ട് അവൾ പോവാണ്. ദ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇവിടെ സ്കൂളിനെ കാണുന്നത്. രണ്ടാമത്തെ ഇതിൽ നോക്കിയേ, റാണീസ് മദർ കെയിം ടു ദ സ്കൂൾ ടു ഡിസ്കസ് ഹർ പ്രോഗ്രസ്. അവളുടെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി റാണിയുടെ അമ്മ സ്കൂളിലേക്ക് വന്നു. ഒരു ബിൽഡിംഗ് അല്ലേ അത് ഉദ്ദേശിക്കുന്നത്? ആ സ്കൂളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ടല്ലോ, അങ്ങോട്ടല്ലേ റാണിയുടെ അമ്മ പോയത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഹി വെൻറ്റ് ടു ഹോസ്പിറ്റൽ. അവൻ ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ അർത്ഥം ഹീസ് എ പേഷ്യൻ്റ്. അവനൊരു രോഗിയാണ്. ഹി വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. അവൻ ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ എന്താ? ദ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഹോസ്പിറ്റൽ, അതായത് ഒരാളെ കാണാനായിട്ട് ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി എന്നാണ്. ഹീസ് എ വിസിറ്റർ. അപ്പോൾ ഇവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അയാളെ കാണാനായിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ അവിടെ ദ യൂസ് ചെയ്യണം. അതൊരു ബിൽഡിങ്ങിലേക്ക് പോയി എന്നുള്ള അർത്ഥം. മറ്റത് ഇയാൾക്ക് അസുഖമായതുകൊണ്ട് ഇയാൾ ഹോസ്പിറ്റലിൽ പോയി. ഏത് ഹോസ്പിറ്റലും ആവുമല്ലോ, അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണ്ടേക്കണത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ദ യൂസ് ചെയ്യില്ല. പക്ഷേ ഇതൊരു ബിൽഡിങ്ങിലേക്ക് പോയി ഇതിൻ്റെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തേക്കണമെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്തതെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. Blind saw the lame walked, so went the passage.
When the is used before certain adjectives, they function as nouns and refer to all members of a group or a nation. അതായത് ഇതുപോലെ ബ്ലൈൻഡ്, ലെയിം ഇങ്ങനെയൊക്കെയുള്ള അഡ്ജക്റ്റീവ്സ് ആണത്. ഇവിടെ ഈ അഡ്ജക്റ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ദ യൂസ് ചെയ്യുമ്പോൾ ദ ഫങ്ഷൻ ആസ് നൗൺസ്, അവർ എന്തായി മാറും? നൗൺസായിട്ട് മാറും. ആൻഡ് റെഫർ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓർ എ നേഷൻ. അതായത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒരു നേഷനെയൊക്കെയാണ് അത് റെഫർ ചെയ്യുന്നത്. അതായത് ദ ബ്ലൈൻഡ് എന്നുള്ളത് ഇവിടെ ഒരു അന്ധനെ മാത്രമല്ല, അന്ധരെ മൊത്തം റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്. അതായത് ഈ അഡ്ജക്റ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ദ യൂസ് ചെയ്യുമ്പോൾ അത് നൗണായി മാറിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും അത് റെപ്രസെൻ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ദ റിച്ച്, ദ പുവർ, ദ ഫ്രഞ്ച് എറ്റ്സെട്ര. അതായത് ദ റിച്ച് എന്ന് പറയുമ്പോൾ എന്താ? റിച്ച് ആയിട്ടുള്ള എല്ലാവരെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നൗണായി മാറാണ്. ദ പുവർ, ദ ഫ്രഞ്ച് എറ്റ്സെട്ര. ഫ്രഞ്ചുകാർ, ദ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാർ എന്നാവും. It may be noted that such nouns are to be treated as plurals. ഈ നൗൺസൊക്കെ എന്താണ്? പ്ലൂറലാണ്. The choir leader was playing the violin rather carelessly. The definite article is used before a musical instrument or a dance in a general way. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഡാൻസിൻ്റെ ഒക്കെ പേര് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. George said to me after the mass that he was going to the UK to study for a doctorate at Cambridge. Note the use of the before abbreviations of the names of countries such as the UK, the USA, etc. അതായത് കൺട്രീസ്, രാജ്യങ്ങളുടെ അബ്രിവിയേഷൻസ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. എക്സാമ്പിളായിട്ട് ദ UK, ദ USA എന്നൊക്കെ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് UK, USA എന്നല്ല, ദ UK, ദ USA. He said he was proud of being able to study at what he considered the university. അതായത് അവൻ പറഞ്ഞു അവന് ആ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റിയത് അവൻ്റെ ഭാഗ്യമാണെന്ന്. അതായത് അത് അത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണെന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ദ യൂസ്ഡ് ഇൻ ദിസ് വേ സെർവ്സ് ടു ഐഡിയലൈസ് ദ പ്ലേസ് ഓർ തിങ് ആൻഡ് ഹാസ് ഓഫൺ ദ മീനിങ് ദ ബെസ്റ്റ്. അതായത് ഈ പ്ലേസിനെ ഐഡിയലൈസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ ദ യൂസ് ചെയ്തിരുന്നത്. അതായത് ഈ സ്ഥലം ഏറ്റവും ബെസ്റ്റാണെന്ന് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് യൂസ് ചെയ്യണം? ദ നമ്മൾ യൂസ് ചെയ്യണം. The mention of Cambridge caused the scientist in him to wake up, and he hurried forth on his research plans. The use of the definite article turns a common noun into an abstract one. For example, the scientist in the above example means scientific spirit. അതായത് ഉണ്ടല്ലോ, ഈ എക്സാമ്പിളിൽ ദ സയൻറ്റിസ്റ്റ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അത് സയൻറ്റിസ്റ്റ് എന്നുള്ളതൊരു കോമൺ നൗണാണ്. പക്ഷേ ദ അവിടെ യൂസ് ചെയ്തപ്പോൾ എന്തായി മാറിയത്? അതൊരു അബ്സ്ട്രാക്റ്റ് നൗണായിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കേംബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള സയൻറ്റിസ്റ്റ് ഉണർന്നു എന്നാണ്. അത് ഈ സയൻറ്റിസ്റ്റ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായി മാറി? സയൻറ്റിഫിക് സ്പിരിറ്റ് എന്നായി മാറി. അതൊരു അബ്സ്ട്രാക്റ്റ് നൗണായിട്ട് മാറി. അപ്പോൾ ഇവിടെ ദ യൂസ് ചെയ്തത് എന്താ? ഒരു കോമൺ നൗണിനെ അബ്സ്ട്രാക്റ്റ് നൗൺ ആക്കാനായിട്ടാണ്. അടുത്ത എക്സാമ്പിൾ. പോയിൻറ്റിങ് ടു ദ മൗണ്ടെയിൻ പീക്ക് ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് ദ സ്റ്റാമിന ടു ക്ലൈംബ് ദാറ്റ് പീക്ക്. അതായത് ഒരു മൗണ്ടെയിൻ പീക്ക് കാണിച്ചിട്ട് അവൻ എന്നോട് ചോദിച്ചു, നിനക്ക് ആ മൗണ്ടെയിൻ പീക്ക് കയറാനുള്ള സ്റ്റാമിന ഉണ്ടോ? വേണ്ടത്ര സ്റ്റാമിന ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ദ യൂസ്ഡ് ഇൻ ദ അബവ് സെൻറ്റൻസ് മീൻസ് ഇനഫ് ഓഫ് സംതിങ്, വേണ്ടത്ര ഉണ്ടോ എന്ന് പറയാനായിട്ടാണ്. അത് എന്തെങ്കിലും സംഭവം നൗണിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്താൽ അതിൽ നമ്മൾ വേണ്ടത്ര എന്നാണ്. അതായത് ദ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ വേണ്ടത്ര സ്റ്റാമിന ഉണ്ടോ എന്നാണ്. വേറെ ഒരെണ്ണം, യു ഡു നോട്ട് ഹാവ് ദ കറേജ് മീൻസ് യു ഡു നോട്ട് ഹാവ് ദ കറേജ് റിക്വയർഡ്. അതായത് നിനക്ക് അതിനുള്ള ധൈര്യമില്ല. ദ കറേജ് എന്ന് അവിടെ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് അതിനാവശ്യമായിട്ടുള്ള കറേജ്, അതിനാവശ്യമുള്ള ധൈര്യം നിനക്കില്ല. അപ്പോൾ വേണ്ടത്ര എന്ന് കാണിക്കാനായിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ദ യൂസ് ചെയ്തിരിക്കുന്നത്. He said his university was on the banks of the Cam, which flowed into the English Channel. It may be noted that though, as a rule, the is not used before proper nouns, it is used before names of rivers, the Nile, groups of islands, the Andamans, names of straits, names of canals, channels, etc. അതായത് നമ്മൾ ദ സാധാരണ പ്രോപ്പർ നൗണിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ റിവേഴ്സിൻ്റെയോ ഐലൻഡ്സിൻ്റെയോ സ്ട്രെയ്റ്റ്സിൻ്റെയോ കനാൽസിൻ്റെയോ ചാനൽസിൻ്റെയോ ഒക്കെ പേരിൻ്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. A rabbit scampered across the road and he said, "The rabbit seems to be ubiquitous." When the is used with a singular countable noun, it shows the whole species.
അതായത് സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള നൗണിൻ്റെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നത്? ദ ഹോൾ സ്പീഷീസ്, ആ മൊത്തം സ്പീഷീസിനെ സൂചിപ്പിക്കാനായിട്ടാണ് ദ റാബിറ്റ് എന്ന്. അതായത് ഈ മുയൽ എന്നുള്ളത് ആ മുയലിൻ്റെ ഒരു കൂട്ടത്തെയാണ്, ആ മുയലിൻ്റെ സ്പീഷീസിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ദ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, പോയിൻറ്റിങ് ടു മൈ വെഹിക്കിൾ ഹി ആസ്ക്ഡ് ഹൗ മച്ച് ഡസ് ഇറ്റ് ഗീവ് ടു ദ ലിറ്റർ. അതായത് ഇതിൽ എൻ്റെ വെഹിക്കിൾ കാണിച്ചിട്ട്, എൻ്റെ വണ്ടി കാണിച്ചിട്ട് അവൻ ചോദിച്ചു 1 ലിറ്ററിന് അത് എത്ര ഓടും എന്ന് നമ്മൾ ചോദിക്കില്ലേ, എത്ര മൈലേജ് ഉണ്ടെന്ന് ചോദിക്കില്ലേ. അപ്പോൾ ടു ദ ലിറ്റർ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ലിറ്ററിന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? യൂസ്ഡ് ബിഫോർ എ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ദ വിൽ ഹാവ് ദ മീനിങ് ഈച്ച്. അതായത് ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈച്ച്, ഓരോ. അതായത് ഓരോ ലിറ്ററിനും എത്ര മൈലേജ് കിട്ടും, ഓരോ, ഈച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദ ലിറ്റർ എന്ന് പറയുമ്പോൾ ഓരോ ലിറ്ററിനും എത്ര മൈലേജ് ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദ ആണ് അവിടെ യൂസ് ചെയ്യണം. ദ യൂസ് ചെയ്യുമ്പോഴാണ് ഓരോ എന്നുള്ള അർത്ഥം വരുള്ളൂ. അപ്പോൾ നമ്മളുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പറ്റിയുള്ള ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.